ഇപ്പോൾ വാരണാസിയിൽ എത്തിച്ചേരുമ്പോൾ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ധാരാളം മലയാളികളെ നമുക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ സാധിക്കുന്നു. മറ്റ് ഉത്തർപ്രദേശിലെ നഗരങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഉത്തര ഭാരതത്തിലെ ജനങ്ങളുമായി, ഇവിടുത്തെ ഈ സംസ്ഥാനത്ത് ജനിച്ചു വളർന്ന ആളുകളുമായി അവരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചർച്ച ചെയ്തുവെങ്കിലും ഇത്രയധികം മലയാളികളെ നമുക്ക് മറ്റ് പ്രദേശങ്ങളിൽ ഉത്തർപ്രദേശിൽ ലഭിച്ചിരുന്നില്ല. അതിനാൽ വളരെ സന്തോഷം ഇത്രയധികം മലയാളികളെ ഒരുമിച്ച് ഈ ഗംഗാനദിയുടെ തീരത്ത് ഞങ്ങൾക്ക് ലഭിക്കുന്നതിൽ. ജനം ടി വിയിലേക്ക് സ്വാഗതം. നേരിട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വാരണാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറുമെന്നതിൽ ആർക്കും പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ മലയാളികൾ എന്ന നിലയിൽ പ്രധാനമന്ത്രി ഈ മണ്ഡലത്തിലേക്ക് എത്തിയതിന് ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമസ്കാരം. പ്രധാനമന്ത്രി ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ നഗരം, നമ്മുടെ വാരണാസി എന്ന് പറഞ്ഞ നഗരം ലോകം മുഴുവൻ അറിയാൻ ഒരു പ്രത്യേക ഒരു സാഹചര്യവും ഒരുക്കിയെത്തുന്നു. കാശി വിശ്വനാഥൻ്റെ മണ്ണ് എല്ലാവരും അറിയുന്ന രീതിയിൽ എല്ലാവർക്കും എത്തിച്ചേരാനുള്ള സൗകര്യം, അതുപോലെ തന്നെ അസ്സിഘാട്ട് എന്ന് പറയുന്ന ആ ഘാട്ടിൽ ഗംഗാരതി കാണുവാൻ എല്ലാവർക്കും, ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള എല്ലാവരും എത്തിച്ചേരുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യം ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ യാത്രാ സൗകര്യം, ഇവിടെ വരുന്നവർക്ക് താമസ സൗകര്യം, എല്ലാം കൊണ്ടും ഒരു ക്ഷേത്ര ആചാരത്തിൻ്റെ അത് മാത്രമല്ല, ഒരു പുണ്യനഗരമായ കാശിയെ എത്രത്തോളം പവിത്രമാക്കി മാറ്റുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാർക്കും ഇവിടുത്തെ ഓരോ വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയുള്ള എല്ലാ സമുദായത്തിലെ എല്ലാ ആൾക്കാർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഒരുക്കി തന്നത് നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥ് അദ്ദേഹമായ മുഖ്യമന്ത്രിയും കൂടെയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഉത്തർപ്രദേശ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് നേരത്തെ ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് പോലെ ദേശീയ തലത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ശരിക്കും ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് 2017 അദ്ദേഹം എത്തിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഒറ്റ നോട്ടത്തിൽ പറയും? ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വളർച്ചയും പുരോഗമനവും ചിന്താഗതിയും നല്ല വ്യക്തിയായിട്ട് മാറണം, നല്ല സമൂഹം വാർത്തെടുക്കണം എന്നുള്ള മനോഭാവം ഓരോ വ്യക്തിയിലും അധിഷ്ഠിതമാകുന്ന രീതിയിൽ നമ്മുടെ സംസ്കാരത്തിനെ, പൈതൃകത്തിനെ ഊന്നിക്കൊണ്ട് ഇവിടെ വളർച്ച ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഓരോ ജനവും പ്രവർത്തിക്കുകയാണ്. അതിൽ മലയാളി എന്നുള്ള ആ ഒരു സന്തോഷം എനിക്കുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താ ഉത്തർപ്രദേശിലെ ഒരു അന്തരീക്ഷം? ഉത്തർപ്രദേശിലെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്, നമ്മൾ നാട്ടിൽ കേട്ടറിഞ്ഞ UP എന്ന് പറയുന്നത് ഭയങ്കര പ്രാകൃതമായ ഒരു രീതിയാണ്. ന്യൂസിലൂടെ ആണെങ്കിലും മറ്റുള്ള തരത്തിലുമല്ല, നമ്മൾ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെയും ഒക്കെ നമ്മൾ അങ്ങനെ മൊത്തത്തിൽ അറിഞ്ഞിരുന്നത് UP മറ്റൊരു തരത്തിലാണ്. പക്ഷേ നേരിട്ട് വന്ന് കണ്ടപ്പോഴാണ് UP എന്താണെന്നും UP ഏത് തരമാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകും. ഇപ്പം ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേന് ഇവിടെ കാശി മറ്റൊരു രീതിയിലേക്ക് മാറി. ഇപ്പം ശരിക്കും ജനങ്ങളെല്ലാവരും വളരെ ശാന്ത സ്വഭാവരായി. ഈ തിരക്കുകളുടെ ഒരു വളരെ എല്ലാവരും ഒരു സ്വയമായിട്ട് നിയന്ത്രിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു സമയത്ത് ഒരു സെൽഫ് കൺട്രോൾ ഇവിടെ വന്നിട്ടുണ്ട് ആളുകൾക്കിടയിൽ. എവിടെയാണ് ചേട്ടൻ്റെ നാട്? എവിടെയാണ്? ഞാൻ ചങ്ങനാശ്ശേരിയാണ്. എത്ര നാളായി? ഞാനിപ്പോൾ ഒരു 10 വർഷമായി. 10 വർഷമായി. രണ്ട് മുഖ്യമന്ത്രിമാർ, യോഗി ആദിത്യനാഥ്, പിണറായി വിജയൻ, രണ്ടുപേരും താരതമ്യം ചെയ്യും. താരതമ്യം ചെയ്യുമ്പോൾ യോഗി എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി, രണ്ട് പേഴ്സണാലിറ്റിയാണ്. ഒരിക്കലും നമ്മൾ അവരെ താരതമ്യം ചെയ്തിട്ട് ഒരിക്കലും പറ്റത്തില്ല, ഒരവസ്ഥയാണ്. പിന്നെ ഇവിടെ വന്നൊരു ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു 4 വർഷം കൊണ്ട് വന്ന ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുമ്പോൾ ഉണ്ടാകുന്നുള്ളൊരു ഡെവലപ്പില്ലേ, അതുപോലാണ്. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അതുപോലെ വികസിച്ചു. ആൾക്കാർ ജോലി, ഇപ്പോൾ ഇവിടെ പേപ്പർ ഗ്ലാസ് അല്ലെങ്കിൽ അങ്ങനെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെല്ലാം നിരോധിച്ചിട്ട് മൺചട്ടിയിലാണ് ചായ വരെ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ഇടയിലുള്ള ആൾക്കാരാണ് ഈ മൺചട്ടി, അവർക്ക് വരെ ജോലി സാധ്യതകൾ. അപ്പോൾ അവരെ അത്ര പ്രൊമോട്ട് ചെയ്യുന്നു. ഇപ്പോൾ 300 രൂപ ഉള്ള ഒരാൾക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. ഓക്കെ, എന്താണ് ചേട്ടാ UPയിലെ ഒരു ജീവിത സാഹചര്യം മലയാളി എന്ന നിലയിൽ എങ്ങനെയാണ് നോക്കിക്കാണും? മലയാളി എന്ന രീതിയിൽ ഞാൻ ഇവിടെ വന്നത് ഇപ്പോൾ അധികം ആയില്ല, എങ്കിലും വന്ന് കണ്ടതിൽ നമ്മൾ പറഞ്ഞു കേട്ടതിലും ഉപരിയാണ് കാശി. UPയുടെ ആ ഒരു ഭരണ സംവിധാനം ശരിക്കും വികസനം എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. റോഡാണേലും മറ്റുള്ള ഇൻഡസ്ട്രിയിലൊക്കെ പെട്ടെന്നുള്ള ഒരു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടന് പൊതുപ്രവർത്തന രംഗത്ത് ഉൾപ്പെടെ സജീവമായി നിൽക്കുന്നതാണ്. ഈ 2017 ശേഷം പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ഗാങ്സ്റ്റർ ലോകമൊക്കെ നമുക്കറിയാം. അത്തീഖ് അഹമ്മദും അതുപോലെ തന്നെ മുക്താർ അൻസാരിയൊക്കെ, ഇവരെയൊക്കെ പൂർണ്ണമായും ഇല്ലാണ്ടാക്കിക്കൊണ്ടുള്ള ഒരു അതിഭീകരമായിട്ടുള്ള പ്രവർത്തനം യോഗിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഉത്തർപ്രദേശ് ഒരു സമയത്ത് അറിയപ്പെട്ടിരുന്നത് ഗുണ്ടാരാജ്,
ഗുണ്ടാരാജ്, ബീഹാർ ജംഗിൾ രാജ് ആയിരുന്നെങ്കിൽ ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗുണ്ടാരാജ് എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു അവർക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു 6 മണിക്ക് ശേഷം സ്ത്രീകൾ പൊതുവെ വെളിയിലിറങ്ങത്തില്ല. അതുപോലെ തന്നെ അത്തീഖ് അഹമ്മദ്, മുക്താർ അൻസാരിയെ പോലുള്ള മാഫിയകൾ, അതായത് ഇപ്പോൾ ഇവിടെ തന്നെ പിന്നെ മുന്ന ബജ്റംഗി, അങ്ങനെ ഇവരുടെയൊക്കെ പല ശിഷ്യന്മാരും ഈ വാരണാസിയും ഈ പൂർവാഞ്ചൽ മേഖല, ഈ കുറേ ജില്ലകൾ അടങ്ങുന്ന പൂർവാഞ്ചൽ മേഖല മൊത്തത്തിൽ അവർ വലിയ രീതിയിൽ ഒരു ഭരണം, ഗുണ്ടാ ഭരണം, മാഫിയ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നിട്ട് ഈ യോഗിജി വന്നതിന് ശേഷം ഈ ഗുണ്ടാ ഭരണത്തിനെ വളരെ വലിയ രീതിയിൽ നിലംപരിശാക്കി. അത്തീഖ് അഹമ്മദും മുക്താർ അൻസാരി ഇന്ന് ഈ ലോകത്തില്ല. അന്നേരം ഇന്ന് ഇവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ ഏറ്റവും വലിയ അവരുടെ സെക്യൂരിറ്റി ആയിരുന്നു, ഒരു സുരക്ഷയായിരുന്നു അവർക്ക് ഏറ്റവും വലിയൊരു കുഴപ്പം. അതിൽ നിന്നും അവർക്ക് ഈ ഗുണ്ടാ ഭരണത്തിൽ നിന്നും മോചനം നൽകി എന്ന നിലയിൽ തന്നെ ഇവിടെ യോഗിക്ക് അത്രയ്ക്കധികം വലിയൊരു പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നുണ്ട്. വാരണാസി മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരിക്കും വിലയിരുത്തപ്പെടുന്നത്? വാരണാസി മണ്ഡലം പൂർണ്ണമായിട്ടും നമുക്ക് നോക്കുകയാണെങ്കിൽ വികസനം മാത്രമായിരിക്കും ഇവിടെ ചർച്ചാ വിഷയമാവുന്നത്. വികസനം എന്ന് പറയുന്നത് ഇപ്പോൾ 2014 മുതൽ 2024 വരെയുള്ള ഒരു 10 വർഷത്തെ കാലഘട്ടത്തിൽ ഇവിടെ വികസനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും വളരെ വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇൻഫ്രാസ്ട്രക്ചർ. ഒരു സമയത്ത് കാശിയിൽ ആരും വലിയ രീതിയിൽ ഒരു പ്രാധാന്യം കൊടുക്കത്തില്ല. ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിലും നാഷണൽ ലെവലിലും കാശിക്ക് വളരെ വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. നമ്മൾ കേരളത്തിൽ തന്നെ എത്രയോ പേര് കാശി വിശ്വനാഥനെ കാണാൻ വരുന്നുണ്ട്. ഒരു സമയത്ത് ഇവിടെ ആരും വരത്തില്ലായിരുന്നു. അന്നേരം ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മേലെ റോഡുകൾ പിന്നെ 4 ലൈൻ ആവുന്നു, 6 ലൈൻ ആവുന്നു, റിംഗ് റോഡുകൾ വരുന്നു, അതുപോലെ തന്നെ ബ്രിഡ്ജുകൾ വരുന്നു, അത് നദിക്ക് ഗംഗാജിക്ക് കുറുകെ ബ്രിഡ്ജുകൾ വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈ ഓവറുകൾ, വലിയ രീതിയിൽ ഫ്ലൈ ഓവറുകൾ, അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റോഡ് വികസനം, അതായത് കണ്ണടച്ച് തുറക്കുന്നുണ്ട്. വളരെ ശരവേഗത്തിലാണ് ഇവിടുത്തെ റോഡ് വികസനം നടക്കുന്നത്. എന്നിട്ട് ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ അതുപോലെ തന്നെ യാത്രാ സൗകര്യങ്ങൾ, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ 3 പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുള്ളത്. ഒന്ന് കാശി, വാരണാസി, ബനാറസ്. എന്നിട്ട് ഈ 3 റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു 4-5 വർഷം മുമ്പ് നോക്കുന്നതും ഇന്ന് നോക്കുന്നതും തമ്മിൽ വളരെ വലിയ രീതിയിൽ വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിന് വേണ്ടി സ്പോർട്സ് കോംപ്ലക്സുകൾ, സ്റ്റേഡിയമുകൾ, 2 സ്പോർട്സ് കോംപ്ലക്സാണ് നമ്മുടെ ഇവിടെ ഈ കാലയളവിൽ വന്നത്. പിന്നെ ഇവിടെ ഒരു ആധ്യാത്മിക നഗരമാണ് ഈ കാശി എന്ന് പറയുന്നത്. ഇവിടുത്തെ ലോകം മൊത്തമുള്ള ഹിന്ദുക്കൾ അവർ കാശി വിശ്വനാഥനെ കാണാൻ വരുന്നുണ്ട്. അന്നേരം ഒരു സമയത്ത് ഇവിടെ വരുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ഫെസിലിറ്റിയും അവർക്ക് ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഇവിടെ കാശി വിശ്വനാഥ് ഡാം തുറന്നു, കോറിഡോർ തുറന്നു. ഇന്ന് വരുന്നവർക്ക് വളരെ നല്ല രീതിയിൽ കാശി വിശ്വനാഥനെ കണ്ട് ദർശനം നടത്തി പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് അങ്ങനെ പൂർണ്ണമായും വികസനത്തിലൂന്നിയ. ഇപ്പോൾ ഹെൽത്ത് സെക്ടർ എടുക്കുവാണെങ്കിൽ ഹോസ്പിറ്റലുകൾ, ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് ഇപ്പോൾ നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ബെഡുകൾ കൂട്ടി ഒരു മെഡിക്കൽ കോളേജും കൂടി തുടങ്ങാനുള്ള ഒരു ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ, അങ്ങനെ വളരെ വലിയ രീതിയിൽ എല്ലാ മേഖലകളിലും നമ്മൾ മോഡിജിയുടെ വികസനം മാത്രമാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. വളരെ സന്തോഷം ഈ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. അതായത് വാരണാസിയിലെ മലയാളി വോട്ടർമാർ സംസാരിക്കുന്നത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ MP ആയി വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ്, അദ്ദേഹം 2017 മാർച്ച് മാസം 19-നാണ് ഉത്തർപ്രദേശിന്റെ 21ാമത് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത്. അന്ന് മുതൽ ഈ സംസ്ഥാനത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമാണ്. ഒരു കാലത്ത് ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നതാണ് ചർച്ചയെങ്കിൽ ഇപ്പോൾ അത് ഉത്തർപ്രദേശ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന രീതിയിലേക്ക് ചർച്ചകൾ മാറുന്നു. ഈ 2 പ്രധാനപ്പെട്ട ഫാക്ടറുകൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ മാത്രമല്ല ഉത്തർപ്രദേശിലെ 80 മണ്ഡലങ്ങളിലും പ്രതിഫലിക്കും എന്നാണ് ഈ ഗംഗാതീരത്ത് നമുക്കൊപ്പം സമയം ചെലവഴിച്ച ഉത്തർപ്രദേശിലെ വാരണാസിയിലെ മലയാളി വോട്ടർമാർ നമ്മളോട് വ്യക്തമാക്കുന്നത്. വാരണാസിയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.